ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സിലോപ്പിയ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ഒരു ചേട്ടൻ വളർത്തുന്ന കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ടാണ് നമ്മളിപ്പോൾ സിലോപ്പിയ മീനെ പിടിക്കാൻ പോകുന്നത്. സക്സസ്, ഒരെണ്ണത്തെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചൂണ്ടയിട്ട് ഒരു 5-6 സിലോപ്പിയ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെട്ടി വൃത്തിയാക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അങ്ങനെ സിലോപ്പിയ മീനെല്ലാം നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ മീനെ എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊന്ന് വരഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളെല്ലാ മീനും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്കൊരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇങ്ങനെ മുട്ട ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടാനും അതുപോലെ ഈ പൊടികളെല്ലാം നല്ല തിക്കായിട്ട് ഈ മീനിൽ പറ്റി പിടിച്ചിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ മുട്ട ചേർക്കുന്നത്. പിന്നീട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിൽ നമുക്ക് ഈ മീനിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. ഒരു സൈഡ് പാകമായി കഴിയുമ്പോൾ നമുക്ക് മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും കൂടെ കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സിലോപ്പിയ ഫ്രൈ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ഫിഷും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള സിലോപ്പിയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.